എന്താ നിങ്ങൾ ഭാര്യയും ഭർത്താവോ? അതിന്റെ ഇടയിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ നന്ദന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ദേവികയുടെ കർണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചേനെ. കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങള് ഭർത്താവിനെ ഒളിക്കുകയും മറക്കുകയും ചെയ്യേണ്ടി വരും. ഭാര്യ എന്ന് പറയുന്ന ആള് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. എനിക്ക് നന്ദുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മുരളേട്ടാ. മുൻപ് എത്ര വിശാല മനസ്സുള്ള ആളായിരുന്നു, ഇപ്പം ഇടുങ്ങിപ്പോയി. ഇന്നലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാനാ എനിക്ക് തോന്നിയത്. പോകുന്നെങ്കി അങ്ങ് പോകട്ടെ എന്ന് വെക്കണം. ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? പുറത്താരും അറിയരുതെന്ന് ഉറപ്പ് വാങ്ങിയിട്ടുള്ളതല്ലേ പ്രഭാന്റി നന്ദനും. എന്നിട്ട് അവൾ അതൊക്കെ വിളിച്ചു പറയാന്ന് വെച്ചാ അച്ഛനോട് ഞാൻ പറയുമെന്ന് കരുതിയെന്നാ ദേവി പറഞ്ഞേ. അതെ, നന്ദു അച്ഛനോട് പറയൂന്ന് തന്നെയാ ഞാൻ കരുതിയത്. പക്ഷേ എന്നെ കുറ്റവാളിയാക്കിയിട്ട് നന്ദു ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടില് കറക്കവും കമ്പനിയായിട്ടൊക്കെ നടക്കുമായിരുന്നു. ദേവിക ചെയ്തത് കൃത്യമായിട്ടുള്ള കാര്യം. എന്തായാലും നന്ദനതൊരു ഷോക്കായി കാണും. അവൾക്കൊരു ഷോക്ക് കൊടുക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഷോക്ക്. അതൊന്നും വേണ്ട. എന്താ പേടിയാണോ അതോ സ്നേഹോ? സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല മുരളേട്ടാ. പക്ഷേ ആരെയോ നന്ദു പേടിക്കും പോലെയാ എപ്പോഴും. ഒരു പക്ഷേ ഇസബല്ലേ ആയിരിക്കും നന്ദു പേടിക്കുന്നേ. പേടിയൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കള നന്ദ. നന്ദം വ്യക്തിത്വമുള്ള ഒരാളാ. MLA എന്ന് വെച്ച് കൊമ്പും തുമ്പിക്കയൊന്നും ഇല്ലല്ലോ. അവളെ ഇത്രയും സ്നേഹിച്ച നന്ദനെ അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവളെ എന്തിനാ കെയർ ചെയ്യുന്നത്? ഇനി മുതൽ നന്ദൻ ഒരു കാര്യത്തിലും വിട്ടുകൊടുക്കരുത്. ഇല്ല, ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു. ആ പ്ലാന്റിന്റെ കാര്യത്തില് ആരോപണം കേട്ടു. നന്ദുവിനെ ഇസബെല്ലയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നപ്പോ ആക്ഷേപവും കേട്ടു. ഇനി വിട്ടുകൊടുക്കില്ല. പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തുവേണമെന്ന് എനിക്കറിയാം. ഞാൻ ഇനി അവൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. മുട്ടുമടക്കണ്ട, പക്ഷേ നിങ്ങളുടെ ബന്ധം ഉലയരുത്. ഇനി ബന്ധം ഉലഞ്ഞാലെന്താ? ഒരു ദേവിക പോയാ 9 ദേവികമാര് വരും നന്ദന്റെ അടുക്കല്. സത്യം, നന്ദൻ അനുഭവിക്കുന്ന വേദന കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. സങ്കടം വന്നാലും പരസ്യമായിട്ട് കരയാൻ പറ്റില്ലല്ലോ മുരളേട്ട. MLA ആയി പോയില്ലേ? സമാധാനിക്ക് ദേവിക, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവാൻ പോണില്ല. അവൾ അതിന് സമ്മതിക്കില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാതെ ദേവിക. ശരിയാവുമായിരിക്കും അല്ലേ? ദേ, നിന്റെ കൂടെ ഞാനും കെവിനും ഒക്കെ ഇല്ലേ, നീ പേടിക്കണ്ട. എന്തായാലും ശരി, നന്ദൻ ഇനി ഒന്നും വിട്ടുകൊടുക്കരുത്. ഇല്ല, മതി. ഈ കോൺഫിഡൻസ് മതി. ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഒരിക്കലും എല്ലാം തിരിച്ചറിഞ്ഞ് നന്ദൻ വരും, ദേവികയോട് മാപ്പ് ചോദിച്ച്. നിന്റെ ജീവിതം നിന്റെ കയ്യിലാ. തീരുമാനം നീ എടുക്കണം. വാ.